നമ്മൾ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പിയും പ്രഥമൻ റെസിപ്പിയൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കടലപ്പരിപ്പിൻ്റെ പ്രഥമനാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു ചീഞ്ചട്ടിയിലിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവരുത്. അത്യാവശ്യം നല്ല മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് 3-4 വിസിലടുപ്പിച്ചെടുക്കുക. അതായത് കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ഉണ്ടാവണം കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ഇത്തിരി കടലപ്പരിപ്പ് എടുത്ത് മാറ്റിയിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ പായസത്തിനൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് പ്രഥമനെ ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്തൊന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്ന അതേ പാത്രത്തിൽ ഞാനിവിടെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വെള്ളം, പരിപ്പ് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്തേക്കുന്ന ശർക്കരപ്പൊടിയിൽ ഒട്ടും അഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിക്കാതെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഈ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് കടലപ്പരിപ്പ് അരച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പരിപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ കടലപ്പരിപ്പും അതേപോലെ ശർക്കരയും ഇത് രണ്ടും നന്നായിട്ടൊന്ന് കുറുകി അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. 3 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അത്യാവശ്യം ഒന്ന് ബബിള് വന്ന് തുടങ്ങുന്ന സമയത്ത്, തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കും. ഇപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വന്നില്ലേ, ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1.5 കപ്പ് 1-ാം പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് സ്ലോ ആയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. തിളപ്പിക്കരുത്. നമ്മൾ ഈ 1-ാം പാൽ ചേർത്തതിന് ശേഷം പായസം അധികമായിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് ചുക്കുപൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടി, ഇത് 3 ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തേക്കുന്ന കാഷ്യനട്ടും തേങ്ങക്കൊത്തും അതേപോലെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ റെഡിയാണ് കേട്ടോ. ഇതിന് കുറച്ച് നേരം അടച്ചു വെക്കണം, എന്നിട്ട് സെർവ് ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മുടെ ഓണം സീരീസ് എൻഡ് ചെയ്യാണ്. ഈ ഒരു പ്രഥമനോട് കൂടി നമ്മുടെ ഓണം സീരീസ് എൻഡ് ചെയ്യാൻ പോവാണ്. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അത്യാവശ്യം കുറച്ച് റെസിപ്പീസൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് നോർമൽ അല്ലാത്ത വീഡിയോസുമായിട്ട് കാണാം. ടാറ്റാ.